പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. യേശുക്രിസ്തുവിലേറെ സ്നേഹമുള്ള ശാലോമിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവതിവാക്കന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും ഒരു നല്ല സ്നേഹവന്ദനം അറിയിക്കുക. ഈ കാലഘട്ടം നമുക്കറിയാം, ക്രിസ്തുമസിൻ്റെ ഒരു കാലഘട്ടമാണ്. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. വേദപുസ്തകം മാത്രമല്ല പറയുന്നത്, ചരിത്രകാരന്മാർ പറയുന്നതും വേദശാസ്ത്രന്മാർ പറയുന്നതും എന്തിന് മറ്റു അനേകം വ്യക്തികൾ പോലും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മാലാഖമാരുടെ സന്തോഷം, അവരുടെ മാലാഖമാർ സ്തുതിക്കുന്നത്, കർത്താവിൻ്റെ ജനനത്തിൻ്റെ ലക്ഷ്യം, ഇങ്ങനെ തുടങ്ങി ഒത്തിരി വ്യാഖ്യാനങ്ങൾ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട്, ജനനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കുവാനും കാണുവാനും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനം എനിക്ക് എന്ത് പ്രത്യേകതയാണ് തരുന്നത്, അതും കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കൊത്തിരി പറയാനുണ്ട്. നമ്മുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ചില നന്മകൾ, അതുപോലെ തന്നെ നല്ല നല്ല സമ്മാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുവാൻ സാധിക്കും. ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ വ്യക്തികളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പറയുവാൻ ഒത്തിരിയുണ്ട്, പങ്കുവയ്ക്കാൻ ഒത്തിരിയുണ്ട്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ ക്രിസ്തുമസിനുണ്ടോ, നമുക്ക് പരിശോധിച്ച് നല്ലതാണ്. ഞാൻ എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലായിരുന്നു കഴിഞ്ഞ 7 വർഷക്കാലം. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഞാൻ റോമിൽ ചെന്നപ്പോൾ 2012 ചെന്നപ്പോൾ ആദ്യത്തെ ക്രിസ്മസാണ്. 2012 ഡിസംബർ ക്രിസ്മസ് എന്നെ സംബന്ധിച്ച് ഒത്തിരി അത്ഭുതങ്ങളായിരുന്നു. ഒന്ന്, അവിടെ ഈ ക്രിസ്മസിൻ്റെ ഡിസംബർ മാസം എന്ന് പറയുന്നത് സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ, സെയിൽ നടക്കുന്ന ഒരു മാസം. അതോടൊപ്പം തന്നെ വഴികളും റോഡുകളെല്ലാം അലങ്കരിക്കപ്പെടും മനോഹരമായിട്ട്. അവിടുത്തെ പഞ്ചായത്ത് വഴി അവർ ഓരോരോ തെരുവുകൾ ഏറ്റവും മനോഹരമായി അലങ്കരിക്കും. ചില തെരുവുകൾ കാണാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ അവിടെ കടന്നു വരും. ആ തെരുവുകളുടെ പ്രത്യേകത അറിഞ്ഞ് മറ്റു പല സ്ഥലത്തു നിന്നും അവിടെ ഒന്നിച്ചുകൂടി ഗ്യാതറിങ് നടക്കും. അങ്ങനെ ഒത്തിരി അലങ്കരിക്കപ്പെട്ട തെരുവുകളും അതുപോലെ സമ്മാനങ്ങൾ വിൽക്കുന്ന കടകളും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയൊക്കെ നിമിഷങ്ങളാണ് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഭവനങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങാൻ തുടങ്ങും. ട്രീകൾ വയ്ക്കാനും അതുപോലെ ഗിഫ്റ്റുകൾ പൊതിഞ്ഞ് ട്രീയുടെ താഴെ വയ്ക്കും. ഡിസംബർ മാസം 24-ാം തീയതി വൈകിട്ട് ഇതെല്ലാവർക്കും കൊടുക്കും. ഭവനത്തിലുള്ളവർക്കും ബന്ധുമിത്രാദികൾക്കും അവരുടെ ഫ്രണ്ട്സിനും എല്ലാം പങ്കുവയ്ക്കും ഈ ഗിഫ്റ്റ്. അങ്ങനെ ഒത്തിരി ഓർമ്മകൾ നിലനിൽക്കുന്നതാണ് ഡിസംബർ മാസം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒത്തിരി സന്തോഷമാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഏറെ സന്തോഷമാണ്. അതോടൊപ്പം ആ വർഷത്തെ ക്രിസ്മസ് ഒരു കുഞ്ഞിനോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ എന്ന് പറഞ്ഞാൽ, ആ കുഞ്ഞിൻ്റെ കയ്യിൽ കിട്ടിയ സമ്മാനപ്പൊതികളുടെ അളവനുസരിച്ചാണ് അവരുടെ ക്രിസ്മസ് എന്നത്, ആ വർഷത്തെ ഏറ്റവും നല്ല ക്രിസ്മസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെയും അവിടെ അലങ്കരിക്കപ്പെടും. അതോടൊപ്പം തന്നെ ആദ്യത്തെ ആ ഞായറാഴ്ച, ഡിസംബർ മാസം തുടങ്ങുന്ന ആദ്യത്തെ ഞായറാഴ്ച എല്ലാ ഭവനങ്ങളിലും 4 തിരികളടങ്ങുന്ന കാൻഡിൽസ് അവിടെ കത്തിക്കും. ആദ്യം ഒരു തിരി കത്തിക്കും, രണ്ടാമത്തെ ആഴ്ച 2 തിരികൾ, മൂന്നാമത്തെ ആഴ്ച 3 തിരികൾ, നാലാമത്തെ ഫൈനൽ ആ വീക്കിൽ 4 തിരികൾ ഒന്നിച്ച് കത്തിച്ചു. എല്ലാ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അവർ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും. അഡ്വെൻറ്റ് എന്നാണ് അവർ പറയുന്നത്. അപ്പം അത്രയെല്ലാം ഒരുങ്ങുന്ന, ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ മാസം. അതിന് ഈ 4 തിരികൾക്കും 4 അർത്ഥങ്ങളാണ് അവർ പറയുന്നത്. 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ 4 കാര്യങ്ങൾ നടത്തണം, അല്ലെങ്കിൽ 4 കാര്യങ്ങളുടെ സിംബോളിക്കായ സൂചനയാണ് ഓരോ തിരികളും. അതിൽ ഒന്നാമത്തെ തിരി റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് കാണിക്കുന്നത് ഹോപ്പാണ്, പ്രത്യാശയാണ്. പ്രത്യാശയുടെ ഒരു അനുഭവമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുന്നു, അന്ധകാരത്തിലിരുന്ന ജനം പ്രകാശത്തിലേക്ക് വന്നു എന്ന് വെച്ചാൽ ഒരു പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് അവർ വന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും അകന്ന്, അല്ലെങ്കിൽ പാപം ചെയ്ത് ഈജിപ്തിൽ നിന്നും അവർ വിടുതൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ദൈവം വാഗ്ദാനം ചെയ്ത കനാൻ ദേശത്ത് എത്തിച്ചേരുന്നുണ്ട്.
അങ്ങനെ അവർ സന്തോഷമായി ജീവിക്കുന്നെങ്കിലും മിശിഹായെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് തന്നെയാണ്. മിശിഹ വരും, വീണ്ടെടുക്കപ്പെടുവാൻ വേണ്ടി അവൻ വരും. റിഡീമറാണ്, അവൻ സാൽവേറ്ററാണ്, രക്ഷകനാണ്, അവൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യാശയാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം നമുക്ക് തരും. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടം നമുക്കറിയാം, പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം തീർന്നു, ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നാൾക്ക് നാൾ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, ഇപ്പോൾ നമ്മളെ വേട്ടയാടുന്ന ഈ കോവിഡ്-19 അതിൻ്റെ പല വകഭേദങ്ങൾ, ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമ്മളെ വേട്ടയാടിക്കൊണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലാണ് ഇന്ന് വിശ്വാസ സമൂഹം ജീവിക്കുന്നത്. പല രീതിയിലും നമുക്കൊന്ന് രക്ഷപ്പെടാൻ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ രക്ഷപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചാലും അതിന് തടസ്സമാണ്, നമുക്ക് പറ്റുന്നില്ല. ഏതെങ്കിലും രീതിയിൽ നമ്മളത് ബുദ്ധിമുട്ടിക്കുന്നു, അല്ലെങ്കിൽ പറ്റാത്ത രീതി നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ജനത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിലൂടെ പാപത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നൊരവസ്ഥ. പാപം ചെയ്തിട്ടും കുറ്റബോധമോ പാപബോധമോ പശ്ചാത്താപമില്ലാത്തൊരു സമൂഹം ചെയ്യുന്ന ആ തെറ്റുകളെ പലപ്പോഴും ന്യായീകരിക്കുന്ന ഒരവസ്ഥ. ഇതൊന്നും കുഴപ്പമില്ല, ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇതൊരു സിമ്പിളാണ്, പാപത്തെ ലഘൂകരിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ പരിശോധിച്ചാൽ പ്രത്യാശ നഷ്ടപ്പെട്ട് അവരൊരു നിരാശയുടെ ഉത്കണ്ഠകളാണ്. മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠ നമുക്കറിയാം. അനേകം മാതാപിതാക്കന്മാർ ഇന്ന് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും വേദനിക്കുകയാണ്. അയ്യോ, എൻ്റെ മക്കളുടെ ഭാവി എന്താവും, അവരുടെ പഠനം, അവരുടെ മുന്നോട്ടുള്ള ഉന്നത പഠനം, വിദ്യാഭ്യാസം, ഇങ്ങനെ അവരുടെ ജോലി, അവരുടെ വിവാഹം, അങ്ങനെ മക്കളെക്കുറിച്ചുള്ള ആദിയും ആകുലതയും വർദ്ധിച്ചു വരുന്നു. വിവാഹം നടക്കാതെ പോവോ, പ്രായമായി, മക്കളുടെ പ്രായമായി, അയ്യോ എൻ്റെ പെൺമക്കളെ കെട്ടിക്കാൻ എന്താ നടക്കാൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലുമുള്ള നിരാശകൾ വേട്ടയാടുന്നുണ്ട്. സഭാതലങ്ങൾ നോക്കിയാൽ ക്രൈസ്തവ സഭയിൽ ഇന്ന് നിലനിൽക്കുന്ന പല പ്രതിസന്ധികളും സഭാ വഴക്കുകളും അതെല്ലാം യുവതി യുവാക്കന്മാരുടെ ഇടയിൽ ദൈവത്തിൽ നിന്നുമുള്ള വിശ്വാസം അകറ്റി നിർത്തുന്ന തലത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ജനനം, യേശുക്രിസ്തുവിൻ്റെ ഈ ജനനം പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്തുമസ് കൊണ്ടാടുമ്പോൾ കർത്താവിൻ്റെ ജനനമായി ലോകം മുഴുവൻ ആളുകളും ആ ദിവസം സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭവത്തിലാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന ആ അനുഭവം എനിക്കൊരു പ്രത്യാശ തരുന്നുണ്ടോ? പ്രത്യാശ അനുഭവത്തിലാണോ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ചിന്തിക്കുന്നതല്ല. ഇനി രണ്ടാമത്തെ തിരി സൂചിപ്പിക്കുന്നത് സ്നേഹമല്ല, ലഫാണ്. നമുക്കറിയാം യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, അല്ലേ? ഗോഡ് ഈസ് ലവ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? വചനം അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതന്മാർക്ക് വേണ്ടി ബലി കഴിക്കുന്നേക്കാൾ മറ്റൊന്നും ഈ ഭൂമിയിലില്ല. അതാണ് ഏറ്റവും വലുത്. എത്ര അർത്ഥവത്തായിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോസ്തലന്മാരെ വിളിച്ചിരുത്തി അവരുടെ കാല് കഴുകാൻ തക്ക രീതിയിൽ എളിമപ്പെടുന്ന, അവൻ ഗുരുവായിരുന്നിട്ടും അവനൊരു ദൈവമായിരുന്നിട്ടും മനുഷ്യനെ പോലെ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 വചനം പറയാം, അവൻ ദൈവമായിരുന്നിട്ടും ഒരു ദാസനെ പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ച ആ ദൈവത്തിൻ്റെ ജനനം, ആ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ദൈവം, ആ സ്നേഹം നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വ്യക്തികളെയും സ്നേഹിക്കാനും എല്ലാ വ്യക്തികളെയും കരുതാനും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിദ്വേഷത്തിൻ്റെയും പകയുടെയും വെറുപ്പിൻ്റെയും പ്രതികാരത്തിൻ്റെയും അവസ്ഥയിൽ നിന്നും മാറി സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരുന്നതായിരിക്കണം യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടോ? നമ്മളെ വേദനിപ്പിച്ചവരെ നോക്കി, നമ്മളെ ബുദ്ധിമുട്ടിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്, കളിയാക്കിയവരുണ്ട്. അവരെല്ലാം നോക്കി ഈ ജനനം സ്നേഹമാണ്, ആ സ്നേഹം എനിക്ക് പങ്കുവയ്ക്കണം, അവരൊന്ന് വിളിക്കാൻ ക്രിസ്തുമസിന്. നമ്മുടെ സഹോദരങ്ങളല്ലേ അവർ.
നമ്മുടെ ബന്ധുമിത്രാദികളല്ലേ, ദൈവത്തിൽ അവരെല്ലാം നമ്മൾ ഒന്നല്ലേ, ഒരേ അവയവങ്ങളല്ലേ. വചനം അങ്ങനെയല്ല പൗലോസ് ശ്ലീഹ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ എനിക്ക് എൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ, അല്ല കർത്താവ് പറഞ്ഞേ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ ജനനമാണ്. ദൈവം മനുഷ്യനായി പിറന്ന ദിവസമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ദിവസം നമുക്ക് സ്നേഹിക്കാൻ, പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ തിരി സൂചിപ്പിക്കുന്നത് ജോയാണ്, സന്തോഷമാണ്. നമുക്ക് ലൂക്കോസിന് സുവിശേഷം പരിശോധിക്കുമ്പോൾ അവിടെ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. 4-ാമത്തെ തിരിയാണ് സമാധാനം. അത് ഈ ഭൂമിയിലുള്ളവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങളാണോ? നമുക്ക് സന്തോഷമാണ്. എപ്പോഴാണ് സന്തോഷം? കർത്താവിൻ്റെ ക്രിസ്തുമസ് ജനനപ്പെരുന്നാൾ നമുക്ക് സന്തോഷം തരുന്നതാണ്. പക്ഷെ നമ്മുടെ സന്തോഷം ഏതിലാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പണ്ട് കാലങ്ങളിൽ പാതിര കുർബാന എന്ന് പറയും. വെളുപ്പിന് പോകണമായിരുന്നു. വെളുപ്പിന് പോയി 2 മണിക്ക് ആരംഭിക്കുന്ന ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് അന്തോക്യൻ ട്രഡീഷനുള്ള സുറിയാനി സഭയിലെ ദേവാലയങ്ങളിൽ 2 മണിക്ക് ശുശ്രൂഷ ആരംഭിക്കും. പാതിര നമസ്കാരത്തോടുകൂടി ആരംഭിക്കുന്ന ശുശ്രൂഷ, പിന്നെ തീജ്വാല ശുശ്രൂഷ, അതിനുശേഷം വിശുദ്ധ കുർബാന. അങ്ങനെ ക്രിസ്തുമസിൻ്റെ പ്രത്യേക ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് നോമ്പ് വിടുന്നത് ഒരു സന്തോഷമുണ്ട്. 25 ദിവസം നോമ്പ് നോക്കുന്ന ആദ്യകാലങ്ങളിൽ നോമ്പ് വീടുന്ന ഒരു ദിവസം, അത് സന്തോഷമാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു സമാധാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പോൾ സന്തോഷവും സമാധാനവും എനിക്ക് ആർജിച്ചെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ സാധ്യമാകുന്നുണ്ടോ? പ്രത്യേകിച്ച് കർത്താവിൻ്റെ ജനനം, അത് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സന്തോഷം പലപ്പോഴും ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ആ ദിവസത്തിൻ്റെ പ്രത്യേകതയല്ല, മറ്റു പല തിങ്സിനോടാണ് നമുക്ക്. ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, യൂറോപ്പിൽ ഒരു ക്രിസ്തുമസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിച്ച സമ്മാനപ്പൊതികളും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ലഭിച്ച ഓർമ്മകളുമാണ് പലപ്പോഴും അവരുടെ ക്രിസ്തുമസിൻ്റെ സന്തോഷം വെളിപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിൽ സമ്മാനപ്പൊതിയിൽ പങ്കുവയ്ക്കും, കൈമാറും. അപ്പോൾ ഒരു കുഞ്ഞിനോട് ഞാനിങ്ങനെ ചോദിച്ചു, എത്ര സമ്മാനങ്ങൾ കിട്ടി? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ വർഷത്ത് നോക്കുമ്പോൾ ഈ പ്രാവശ്യം കുറവാ അച്ഛാ, അത് വലിയ സന്തോഷമില്ലെന്നു. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് കുറച്ച് കൂടുതൽ കിട്ടി, അപ്പോൾ അതിനേക്കാൾ എനിക്ക് സങ്കടം, എനിക്ക് കുറവേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ ആ നല്ല പിള്ള മനസ്സിൽ കള്ളമില്ലാത്ത രീതിയിൽ അവർ പറയുണ്ടായി. നമ്മുടെയൊക്കെ സന്തോഷം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണ്? നമുക്ക് ലഭിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സന്തോഷം. ചില ആളുകളുണ്ട് ആ ദിവസങ്ങളിൽ മറ്റു പലതിനും പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ക്രൈസ്തവ മക്കൾ ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്നത് മറ്റു പലതിലാണ്. ഒന്നിച്ചു കൂടലും പങ്കുവയ്ക്കലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തേക്കാൾ ഭൗതികമായ ഒരു ഒത്തുകൂടലിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ലേ? ഭൗതികതയിൽ, സുഖലോലുപതയിൽ. അപ്പോൾ അതിനെല്ലാം നമ്മൾ പലപ്പോഴും അടിമപ്പെട്ടു പോവുകയാണ്. അത് നമ്മുടെ സന്തോഷമാക്കി നമ്മൾ മാറ്റുക. അതിനപ്പുറത്ത് ഒരു സന്തോഷമുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനം, ഈ ലോകത്തിൻ്റെ രക്ഷകൻ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ലെ യോഹന്നാൻ സ്നാപകൻ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു ക്രിസ്തു എന്നാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അപ്പോൾ ആ ഒരു അവസ്ഥ, ക്രിസ്തുവിൻ്റെ ജനനം, ആ ഒരു അവസ്ഥയിൽ നമുക്ക് സന്തോഷമായി മാറാൻ സാധിക്കണം. അങ്ങനെ സന്തോഷ അനുഭവത്തിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കണം? ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പോൾ നമുക്ക് ദൈവകൃപ ലഭിക്കാൻ നമുക്ക് സാധിക്കും. കൃപ യേശു ക്രിസ്തുവാണ്. ഈ കൃപ കടന്നു വരണമെങ്കിൽ നമ്മൾ ചില ക്വാളിറ്റീസൊക്കെ നമുക്കുണ്ടായിരിക്കണം, ചില നല്ല വ്യക്തിത്വങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അതൊന്ന് യേശുബാറാസയുടെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം, സിറാക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം, നീ എത്രമാത്രം ഉന്നതനാണോ
അത്രമാത്രം വിനീതനാകും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. വിനീത ഹൃദയരെ ഞാൻ ഉയർത്തും, അവർക്ക് കൃപ ഞാൻ കൊടുക്കും. 1 പത്രോസ് 5-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും പറയുന്നുണ്ട്, സിംഹാസനത്തിൽ നിന്ന് ഞാൻ അവരെ തള്ളിക്കളയും, അഹങ്കരിക്കുന്നവരെ തള്ളിക്കളയും, വിനീതരെ ഞാൻ ഉയർത്തും. അപ്പോൾ ദൈവകൃപ എന്നിൽ കടന്നു വരണമെങ്കിൽ ഞാൻ കൃപ കൊണ്ട് നിറയവനായി മാറും. സമ്മാനപ്പൊതികളേക്കാൾ ഉപരി, മറ്റു പലതിനേക്കാളും ഞാൻ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരി എന്നിൽ കൃപ കൊണ്ട് നിറയുന്നവനായിട്ട് മാറണം. ഈ 4 കാര്യങ്ങളെയാണ് ഈ 4 കാൻഡിൽസ് ഓർമ്മപ്പെടുത്തുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുമസിന് ഈ സമാധാനം കടന്നു വരുവാൻ, ഈ സന്തോഷം കടന്നു വരാൻ, ഈ പ്രത്യാശ കടന്നു വരുവാൻ, ഇതെല്ലാം സ്നേഹത്തിലായി തീരാൻ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു എഫേർട്ട് ഉണ്ടായിരിക്കണം. ഞാൻ അതിനുവേണ്ടി ഒരുങ്ങണം. ചില പരിശ്രമം എൻ്റെ ഭാഗത്തുണ്ടാവണം. എങ്കിലേ പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ നേടാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് പലതും നേടാൻ നമ്മൾ എടുക്കുന്ന ചില എഫേർട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു സിവിൽ സർവീസ് പാസ്സാകണം, അതിനൊത്തിരി നമ്മൾ പരിശ്രമിക്കാം നമ്മുടെ ഭാഗത്ത്. അല്ലെ, ഒരു പോലീസ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ട്രെയിനിങ്ങിനോ ഒക്കെ പോയാൽ മാത്രം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ച് നമ്മുടെ ചില ആളുകൾ PSC ടെസ്റ്റ് എഴുതാറുണ്ട്. എന്തുമാത്രം പരിശ്രമം അതിൻ്റെ പുറകിലുണ്ട്. ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന എഫേർട്ട് എൻ്റെ ദൈവത്തെ സ്വന്തമാക്കാൻ ഞാൻ എടുക്കുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട്, ഞായറാഴ്ച കുർബാന ശാബതാണ്, അത് വിശുദ്ധമായി ആചരിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു. കൽപ്പന നമ്മളെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. മോശയിലൂടെ തന്ന കൽപ്പനയിൽ പറയുകയാണ്, 6 ദിവസം നീ ജോലി ചെയ്യുക, 7-ാം ദിവസം എൻ്റെ ദിവസമാണ്, അത് ശാബതാണ്. ആ ശാബത്തിന് നമ്മുടെ ഭാഗത്ത് എന്ത് ഒരുക്കമുണ്ട്, എന്ത് എഫേർട്ട് നമ്മൾ എടുക്കുന്നു? ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന തൊട്ട് ഒരുങ്ങുന്നുണ്ടോ? നമ്മൾ മറ്റൊരു കല്യാണത്തിന് എങ്ങനെ ഒരുങ്ങുന്നു? നമ്മളൊരു മാമോദിസയ്ക്ക് നമ്മളെങ്ങനെ ഒരുങ്ങുന്നു? ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിന് നമ്മളെങ്ങനെ ഒരുങ്ങുന്നു? പക്ഷേ എൻ്റെ ദൈവം എന്നിൽ ജനിക്കാൻ വേണ്ടി, എൻ്റെ ഹൃദയത്തിൽ ജനിക്കണ്ടേ? നമുക്ക് പുൽക്കൂട് ഒരുക്കുന്നുണ്ട്, ട്രീകൾ വയ്ക്കുന്നുണ്ട്, നക്ഷത്രങ്ങൾ നമ്മൾ തൂക്കിയിടുന്നുണ്ട്. ഇതെല്ലാം ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു ജനിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിലല്ലേ? ഞാനൊരു പുൽക്കൂടായി മാറണ്ടേ? ക്രിസ്തുവിന് ജനിക്കാൻ പറ്റുന്ന സ്ഥലം പുൽക്കൂടാണ് പ്രിയമുള്ളവർ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊന്നല്ലല്ലോ കർത്താവ് ജനിച്ചത്. ഇന്ന് അതിനെല്ലാം അവസരങ്ങളുണ്ടല്ലോ. അപ്പം നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂടിന് സദൃശ്യമാകുക എന്ന് വെച്ചാൽ എളിമയുടെ ഒരു അവസ്ഥ, ഒന്നുമില്ലായ്മയുടെ അവസ്ഥ. ഞാൻ എന്തോ എന്ന ഭാവമല്ല, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞാൻ ഏറെ ബലഹീനനാണ്, ഏറെ കുറവുള്ളവനാണ്. ആ ഒരു അവസ്ഥയിൽ ഞാൻ ഒരുങ്ങുമ്പോഴല്ലേ പ്രിയമുള്ള ക്രിസ്തു എന്നിൽ ജനിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ജനിച്ചാലല്ലേ ക്രിസ്തുമസ് എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരുങ്ങാൻ സാധിക്കണം. ആ ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുമസ് എന്ന് വെച്ചാൽ ക്രിസ്തുവിന് ജനനം എന്ന് പറയും. ആ ഒരുക്കം നമുക്ക് ക്രിസ്തുവിനെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. എന്നിലൂടെ ദൈവം ഈ ഭൂമിയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം, അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ആ ഇറങ്ങി വന്ന ദൈവത്തെ നമുക്ക് ചില ഒരുക്കങ്ങൾ ആവശ്യമാണ്. അതിനൊന്നാണ് നോമ്പ്. പലരും ചോദിക്കാറുണ്ട്, ഒത്തിരി പേര് ചോദിച്ചു. ഞാൻ യൂറോപ്പിലായപ്പോൾ ഒരു കൊച്ചു ചോദിച്ചു, കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി ചോദിച്ചു എന്നോട്, അച്ഛാ എന്തിനാ അച്ഛാ ക്രിസ്തുമസിന് നോമ്പെടുക്കുന്നത്? ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെ ദിവസമല്ലേ, ക്രിസ്തുവിൻ്റെ ജനനം നമ്മളെല്ലാം സന്തോഷിക്കേണ്ട സമയമല്ലത്. അപ്പോൾ പിന്നെ എന്തിന് നമ്മൾ നോമ്പെടുക്കണം? നോമ്പിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അതിന് വ്യക്തമായിട്ട് പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുകയാണ്. ഈ നോമ്പിൻ്റെ എൽദോ നോമ്പിൻ്റെ ദിവസങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന സമയത്ത് വായിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവിൻ്റെ ജനനത്തിൽ സന്തോഷിച്ചത് വിദ്വാൻമാർ കർത്താവിനെ കാണാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ അവർ കൊണ്ടുപോയ ചില സമ്മാനങ്ങളുണ്ട്. വിദ്വാൻമാർ സമർപ്പിച്ച പൊന്നും മൂര് കുന്തിരിക്ക, നമ്മൾ പാട്ടൊക്കെയും പാടാറുണ്ട്. ആ സമ്മാനങ്ങൾ അവർ സമർപ്പിച്ചിട്ടാണ് ക്രിസ്തുവിനെ കാണാൻ ചെന്നത്. എന്നിട്ട് പറയാൻ അതിൽ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുക, കർത്താവെ ഞങ്ങൾ നോക്കുന്ന ഈ നോമ്പ് വിദ്വാൻമാർ സമർപ്പിച്ച സമ്മാനമായി മാറ്റണമേ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നോമ്പിൻ്റെ എന്ത് ഒരുക്കാ പറയുമ്പോൾ, എന്തിനാണ് ഈ നോമ്പെടുത്ത് നമ്മൾ ഒരുങ്ങുന്നത്? യഥാർത്ഥത്തിൽ എൻ്റെ കർത്താവിൻ്റെ ജനനത്തിന് ഞാൻ കൊടുക്കുന്ന സമ്മാനമാണ് ഈ നോമ്പെന്ന് പറയുന്നത്.
ക്രിസ്തുമസിന് നമുക്ക് വലിയ നോമ്പൊക്കെ ഉണ്ട്. പക്ഷേ ക്രിസ്തുമസിന് നോമ്പിൻ്റെ ആവശ്യമുണ്ടോ ചോദിച്ചാൽ, ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുക്കുന്ന സമ്മാനമാണ് എന്ന് വെച്ചാൽ ഒരുക്കമാണ് ഈ നോമ്പെന്ന്. നമ്മുടെ ഭാഗത്ത് അങ്ങനെ ചില ഒരുക്കങ്ങൾ ഉണ്ടായിരിക്കണം പ്രിയമുള്ള. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരവസരം തന്നിരിക്കാൻ എന്താണ്? ക്രിസ്തു എന്നിൽ ജനിക്കാനൊരവസരം. സാങ്കല്പികമായിട്ടാണെങ്കിൽ നമ്മൾ ഡിസംബർ മാസം 25-ാം തീയതിയാണ് കൊണ്ടാടുന്നത്. അതിന് ഒത്തിരി അർത്ഥങ്ങൾ പറയാറുണ്ട്. ചിലരതിനെ അങ്ങനെ അന്നൊന്നും അല്ല ക്രിസ്തുമസ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മൾ ട്രഡീഷണൽ പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ കൊണ്ടാടുന്ന ഡിസംബർ 25-ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ജനനം കൊണ്ടാടുന്ന ദിവസം അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പെരുന്നാളാണ്. അതെൻ്റെ ശരീരത്തിലും മനസ്സിനും ആത്മാവിനും ആ സന്തോഷം പകർന്നു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ ക്രിസ്തുമസിന് ഒരുങ്ങാം. കർത്താവ് ജനിക്കണ്ടേ? സന്തോഷത്തോടെ നമ്മുടെ ഈ ഭൂമിയിലേക്ക് എന്നിലൂടെ ജനിക്കാൻ നമുക്കൊന്ന് ഒരുങ്ങിയാലോ? നമുക്കതിനു വേണ്ടി ഒന്ന് പ്രത്യാശയോടെ നമുക്കൊന്ന് കാത്തിരിക്കാം. ഒരു പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. നമ്മുടെ നിരാശകളെല്ലാം മാറ്റിവെക്കുക. ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ നിരാശകളും, നമ്മൾ അലറ്റുന്ന എല്ലാ ഉത്കണ്ഠകളെല്ലാം മാറ്റിവെച്ച് പ്രത്യാശയിലേക്ക് ചെന്നെത്താം. ആരോടൊക്കെ വിദ്വേഷവും പകയും വെറുപ്പും പ്രതികാര ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി സ്നേഹത്തിലേക്ക് നമുക്ക് ചെല്ലാം. പിന്നെ സന്തോഷം ഉണ്ടാവട്ടെ. നമ്മുടെ മനസ്സെപ്പോൾ സന്തോഷിക്കട്ടെ. എൻ്റെ കർത്താവ് വരാൻ പോവുകയാണ്, എന്നിൽ ജനിക്കാൻ പോവുകയാണുള്ള സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കട്ടെ. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സമാധാനമുണ്ട്. ഞാനൊരു നന്മ ചെയ്തു, ആ ദിവസം എനിക്കൊരു നന്മ ചെയ്യാൻ സാധിച്ചു. എൻ്റെ സഹോദരൻ ഒരു പക്ഷേ വിഷമത്തിലാണ്, പ്രതിസന്ധിയിലാണ്, എനിക്കൊരു നന്മ ചെയ്യാൻ സാധിച്ചു. അത് നമുക്ക് സമാധാനം. നമ്മൾ ആഘോഷിക്കുന്ന ക്രിസ്തുമസ് നമുക്കൊരു സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരട്ടെ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നന്മകൾ നേർന്ന് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ കർത്താവിൻ്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ ജനന ദിവസം ഞങ്ങൾക്കൊരു വലിയൊരു അനുഭവമായി മാറുവാൻ, ഞങ്ങളുടെ പ്രത്യാശകൾ വർദ്ധിപ്പിക്കുവാൻ, നിരാശകളില്ലാതെയാവാൻ, വിദ്വേഷം വെറുപ്പും മാറുവാൻ, സ്നേഹം കൊണ്ട് നിറയുവാൻ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ അവസ്ഥ എത്തിച്ചേരുവാൻ ഞങ്ങളെ വിളിച്ച ആ ദൈവം വിശ്വസ്തനാണ്. ഞങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യസ്നേഹിയായ ദൈവത്തെ ഞങ്ങളിലൂടെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുവാൻ, അവൻ്റെ ജനനം ലോകം മുഴുവനുള്ള സമൂഹത്തിനും മുഴുവൻ ജീവജാലങ്ങൾക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ അവസ്ഥയിൽ എത്തിച്ചേർന്നെങ്കിൽ, എന്നിലൂടെ ജനിക്കാൻ പോകുന്ന എൻ്റെ ദൈവത്തിൻ്റെ ജനനപ്പെരുന്നാൾ അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറുവാൻ, അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങുവാൻ, എൻ്റെ ഹൃദയം ഒരു പുൽക്കൂടായി ഒരുക്കുവാൻ, അവിടെ രൂപപ്പെട്ടിരിക്കുന്ന എല്ലാ അഴുക്കുകളും എല്ലാ തിന്മകളും എടുത്തു മാറ്റി എൻ്റെ കർത്താവിന് ഒരു പുൽക്കൂട് ഒരുക്കുന്നവനായി ഒരു ഹൃദയമായി മാറുവാൻ ദൈവമേ ഞങ്ങളവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന ദിവസം ഞാൻ ഒരു ദൈവികനായി മാറുവാൻ, ദൈവത്തിൻ്റെ മകനും മകളുമായി മാറുവാൻ, എന്നെ സ്നേഹിക്കുന്ന ദൈവമേ അവിടുന്ന് എന്നെ വഴി നടത്തണമേ. എന്നെ പാപത്തിലോ തിന്മകൾക്കോ വിട്ടുകൊടുക്കരുത്. പിശാചിൻ്റെ കുടല തന്ത്രങ്ങൾക്ക് എന്നെ വിട്ടുകൊടുക്കരുത്. എന്നെ അവിടെ ചേർത്ത് നിർത്തണമേ. എൻ്റെ കൂടെ വസിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ ആ പ്രത്യേകമായ മാധ്യസ്ഥം, അമ്മ ഏറ്റെടുത്ത ദൗത്യമാണ് കർത്താവിൻ്റെ ജനനം ഈ ഭൂമിയിലേക്ക്. ആ ദൗത്യം ഞങ്ങളും ഏറ്റെടുക്കുവാൻ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ്തു നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധം ആവാസം നമ്മെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. But